ഞാൻ ഇതുവരെ ഓടിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എലവേഷനുള്ള മാരത്തോൺ. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതായത് കഫക്കെട്ടും അതുപോലെ ചെറിയൊരു ഇഞ്ചുറിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഓടിയത്. പക്ഷേ മാരത്തോൺ ഓവറോൾ അടിപൊളിയായിരുന്നു. ഞാൻ എൻ്റെ പേഴ്സണൽ ബെസ്റ്റ് അടിക്കുകയും കൂടി ചെയ്തു. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അടിപൊളി മാരത്തോൺ ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായി എൻജോയ് ചെയ്ത് ഓടാൻ വേണ്ടി പറ്റി. ഞാനിവിടെ പറയണത് പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തോണിനെ പറ്റിയിട്ടാണ്. ഈ ഒരു മാരത്തോണിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരുടെ ഫസ്റ്റ് എഡിഷൻ ആണ്. ഈ ഫസ്റ്റ് എഡിഷനിൽ തന്നെ അവർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു നെഗറ്റീവ് പോലും നമുക്ക് പറയാനില്ല. അതുപോലെ തന്നെ ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമപ്രദേശത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം ഇവർക്ക് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും, എത്രത്തോളം ഇവർ എഫേർട്ട് എടുത്തിട്ടുണ്ടാകുന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ പോയിന്റിനകത്ത് ഒരു സൈഡിൽ നിന്ന് എനിക്ക് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹൈഡ്രേഷൻ പോയിന്റിൽ നിന്നൊരു കുട്ടി വെള്ളം എടുത്തിട്ട് എൻ്റെ ബാക്കിൽ ഓടി വന്ന് എനിക്ക് വെള്ളം തന്നിട്ട് ഞാൻ വെള്ളം കുടിച്ച് കഴിയുന്നത് വരെ അവൻ എൻ്റെ കൂടെ ഓടി. അത് വലിയൊരു കാര്യമായിരുന്നു. എനിക്ക് ഏതൊരു മാരത്തോണിനും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അത് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ മാരത്തോണിന് ഞാനും സുലൈമാൻ ബ്രോയും കൂടെ വന്നത്. എപ്പോഴും ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ പേര് മാത്രമായിരുന്നു ഞങ്ങൾക്ക് പറയാനുണ്ടാവുക. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഒരു ക്ലബിൻ്റെ അണ്ടറിലാണ് വന്നത്. ഞങ്ങളുടെ ക്ലബ് തന്നെയാണ്, അതായത് ഹാരിയേഴ്സ് വടക്കഞ്ചേരി. അപ്പോൾ ഇനിയുള്ള മാരത്തോണുകൾക്ക് എല്ലാത്തിലും നമ്മൾ ഈ ഒരു പേരിലായിരിക്കും നമ്മൾ അറിയപ്പെടുക. പിന്നെ റണ്ണിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫിസിയോ ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു.